സസ്പെൻസ് ഫേസ്ബുക്ക് പോസ്റ്റുമായി കളക്ടർ എൻ പ്രശാന്ത് IAS ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ്. 6 മാസത്തിലധികമായി സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത് IAS. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ആ തീരുമാനം എന്താണെന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ് എൻ പ്രശാന്ത്. ഈ പ്രശാന്തുമായി ബന്ധപ്പെട്ട് IAS തലപ്പത്ത് തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ, തർക്കങ്ങളൊക്കെ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ പ്രതികരണങ്ങൾ എൻ പ്രശാന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്ക് അടക്കമുള്ള തന്റെ സോഷ്യൽ മീഡിയകൾ വഴി തന്നെയായിരുന്നു. അതിലൂടെയാണ് ഇപ്പോൾ മറ്റൊരു പോസ്റ്റ് ഇന്നിപ്പോൾ എൻ പ്രശാന്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ റോസാപ്പൂ ഇതളുകളുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ എൻ പ്രശാന്ത് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണ് എൻ പ്രശാന്ത് എടുത്തിരിക്കുന്ന ആ തീരുമാനം എന്നുള്ള ചോദ്യങ്ങൾ അത് പല ഭാഗത്തു നിന്നും IAS തലപ്പത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട്. എന്താണ് ആ തീരുമാനം എന്ന് പല ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ എൻ പ്രശാന്തിനെ വിളിച്ച് തിരക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരോടും എന്താണ് തീരുമാനം, എന്താണ് ആ പോസ്റ്റിന് പിന്നിലെ കാരണം എന്നൊന്നും എൻ പ്രശാന്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. 6 മാസത്തിലധികമായിട്ട് എൻ പ്രശാന്ത് സസ്പെൻഷനിൽ ജോലി വേണ്ടെന്ന് വെച്ച് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനമായിരിക്കുമോ ഈ ഫേസ്ബുക്കിന് പിന്നിലുള്ള എൻ പ്രശാന്തിന്റെ ഉദ്ദേശം എന്നുള്ള സംശയങ്ങളാണ് ഓരോ വശത്തു നിന്നും ഉയരുന്നത്. പക്ഷേ ഈ ഇത്തരം സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ള കൗശലങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏപ്രിൽ 1 ആയതുകൊണ്ട് ഏപ്രിൽ ഫൂളോട് അനുബന്ധിച്ചുള്ള ഒരു പോസ്റ്റ് ആകുമോ എന്നുള്ള ചില സംശയങ്ങളും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ പോസ്റ്റിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫേസ്ബുക്കിലൂടെ തന്നെ അറിയിക്കുമെന്നുള്ളതാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണോ തീരുമാനം അത് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയിക്കട്ടെ, അപ്പോൾ അറിയാം എന്നുള്ളതാണ് എല്ലാവരും തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പേഴ്സണലി വിളിച്ചു ചോദിച്ച ആരോടും അക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താണ് ആ തീരുമാനം എന്നുള്ളതാണ് എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. ആ തീരുമാനം ഇന്ന് എടുക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ തന്നെയും അത് അത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് അറിയിക്കും എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത്. ശരി.